ഇരിക്കൂർ ഉപജില്ലാ സ്കൂൾ കലോത്സവം പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 4ാം ദിവസം പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഹൈസ്കൂൾ HM ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. സുരേഷ് സാറേ നമസ്കാരം. അപ്പോൾ വളരെ ഭംഗിയായി 4ാം ദിവസവും മത്സരങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ട് നമ്മുടെ കലോത്സവത്തിന്റെ ഇതുവരെയുള്ള യാത്ര? ഒരുപാട് ആശങ്കകളോടെയാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയത്. പക്ഷേ ഓരോ ദിവസവും പോകെ ആശങ്കകളൊക്കെ മാറി വളരെ നല്ല രൂപത്തിൽ വളരെ വിജയകരമായിട്ട് നമ്മുടെ പരിപാടി മുന്നോട്ട് നീങ്ങുകയാണ്. ആശങ്കകൾ എന്ന് പറയുമ്പോൾ ആദ്യം നമുക്കുണ്ടായിരുന്നത് ഒരു മുന്നൊരുക്കം ഉണ്ടായിരുന്നില്ല. കാരണം നമ്മളായിരുന്നില്ല ആക്ച്വലി പരിപാടി ആദ്യമായിട്ട് ഏറ്റെടുത്ത് നടത്തേണ്ടവർ. പക്ഷേ യാദൃശ്ചികമായിട്ട് ഞങ്ങളിലേക്ക് വന്നു. പക്ഷേ നാട്ടുകാരുടെയും അതുപോലെ തന്നെ PTA അധ്യാപകരുടെ ഒക്കെ നല്ല പിന്തുണ, അവരുടെ ആത്മാർത്ഥമായ സഹകരണം അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വളരെ നല്ല രൂപത്തിൽ ഞങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു. എങ്ങനെയുണ്ട് മത്സരങ്ങളൊക്കെ? ഓരോ വേദികളിലെയും മത്സരാർത്ഥികളുടെ ഒക്കെ പെർഫോമൻസ് ഒക്കെ നല്ല മത്സരങ്ങളാണ് നടക്കുന്നത്. ഓരോ വർഷം കഴിയുന്നതോറും വീറും വാശി ഇങ്ങനെ കൂടിക്കൂടി വരികയാണ് കുട്ടികൾക്ക്. അപ്പോൾ നല്ല സ്റ്റാൻഡേർഡുള്ള മത്സരങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സംഘാടക സമിതിയുടെ പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയുണ്ട് സാർ? സംഘാടക സമിതിയുടെ പ്രവർത്തനം ഏറ്റവും നല്ല രീതിയിലാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഇതുവരെ നടന്ന ഇരിക്കൂർ ഉപജില്ലാ കലോത്സവത്തിൽ ഏറ്റവും ഓർമ്മിക്കത്തക്കതായിട്ടുള്ളൊരു കലോത്സവമാണ് നമ്മുടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമാണ്. അതെ, ഒരു പരാതിയും ഒന്നും ഇല്ലാതെ നല്ല പ്രവർത്തനം, ഒരു പരാതി ഇല്ലാതെ നല്ല രൂപത്തിൽ തന്നെ നമ്മുടെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സമാപന സമ്മേളനം ഏകദേശം ഞങ്ങൾ വിചാരിക്കുന്ന ഒരു 6 മണിയോട് കൂടി തുടങ്ങണം എന്നാണ്. എത്രയായിട്ട് സാധിക്കുമെന്ന് അറിയില്ല, എങ്കിലും പരമാവധി ഒരുപാട് വൈകാതെ ഇത് നടത്തണമെന്നാണ് ആഗ്രഹം. അപ്പോൾ നമ്മളെ സ്കൂളിൽ വെച്ച് നടക്കുന്ന ഒരു കലോത്സവം നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെയൊക്കെ ഒരു വിശേഷങ്ങളൊക്കെ എങ്ങനെ? നമ്മുടെ സ്കൂളിൽ പിന്നെ സാധാരണ സംസ്കൃതോത്സവത്തിൽ ഞങ്ങൾക്കായിരുന്നു ഓവറോൾ ചാമ്പ്യൻഷിപ്പ് ഒരുപാട് കാലങ്ങളായി കുറച്ചേര് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ വർഷം ചെറിയൊരു പോയിന്റ് 2 പോയിന്റ് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഈ വർഷം കൂടി ഞങ്ങൾ തിരിച്ചു പിടിച്ചു. അതുപോലെ മറ്റ് പിന്നെ ജനറലായിട്ടുള്ള മറ്റ് മത്സരങ്ങളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഞങ്ങളിപ്പോൾ 6ാം സ്ഥാനത്താണ് ഉള്ളത്. അതുപോലെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 4ാം സ്ഥാനത്താണ് ഉള്ളത്. മറ്റ് കലോത്സവങ്ങളെക്കാൾ ഞങ്ങൾ ഒരുപാട് മുന്നിലേക്കാണ്. അതെ. അപ്പോൾ ജില്ലയിലും നമ്മുടെ പടിയൂരിൻ്റെ സാന്നിധ്യം ഉണ്ടോ? തീർച്ചയായിട്ടും ജില്ലയിലും ഉണ്ടാവും. ഓക്കെ സാറേ, താങ്ക് യു. ആയിക്കോട്ടെ. ഓക്കെ.